ഹായ് ഹലോ, ദിസ് ഇസ് ശരണ്യ. ഞാനിവിടെ സ്പോർട്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പേടിക്കേണ്ട. എല്ലാവരും ഞാൻ എല്ലാത്തിലും പറയുന്നത് പോലെ തന്നെ 2 വട്ടമെങ്കിലും ഓരോ ക്വസ്റ്റ്യൻസും കേൾക്കണം. ഇരുപ്പിൽ 2 വട്ടം കേൾക്കണം എന്നല്ല കേട്ടോ. അതായത് ഒരു വട്ടം കേൾക്കുക, അതായത് എല്ലാ ക്വസ്റ്റ്യൻസും കേൾക്കുക. പിന്നെ നിങ്ങൾക്ക് എല്ലാം പഠിച്ചൊന്ന് ബോറടിക്കുമ്പോൾ, സമയം കിട്ടുമ്പോൾ ഒന്നുകൂടെ കേട്ട് നോക്കുക. അപ്പൊ എന്താവും, നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാവും, രണ്ടാമത് കേൾക്കുമ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാവും. ഇതിപ്പോ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ? അതായത് നമുക്ക് എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മൈൻഡിൽ സ്ട്രൈക്ക് ആവും. ഓപ്ഷൻസും എല്ലാം കാണുമ്പോൾ മനസ്സിലായോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിൽ ഞാൻ ഒരു ടോപ്പിക് എടുത്ത് വൈഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ, പിന്നെ നമ്മുടെ സാധാരണ പോലെ 4 ഓപ്ഷൻ, പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഒരു 2-3 പോയിന്റ്സ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നിങ്ങളൊരു നോട്ട്ബുക്കും പെന്നും എടുക്കുക. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഞാൻ പറയുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക. അപ്പൊ തീർച്ചയായിട്ടും ഹാളിലേക്ക് ചെല്ലുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാതിരിക്കില്ല. ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും എഴുതാൻ സാധിക്കും. എക്സാമിന് നല്ല പോലെ തന്നെ പെർഫോം ചെയ്യാനും സാധിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലോട്ട് ചെല്ലാം. ഹോക്കി മാന്ത്രികനോടുള്ള ആദരസൂചകമായി 2012 ആദ്യമായി ദേശീയ കായിക ദിനം ആചരിച്ചത്. 1905 ഓഗസ്റ്റ് 29 ജനിച്ച മേജർ ധ്യാൻചന്ദ് ഹോക്കി കളിയിലെ ഇതിഹാസങ്ങളിൽ ഒരാളായി മാറി. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എന്തിനാ ഇത് പറയണമെന്ന്, അല്ലേ? എന്തിനാ ഇത് പറയുന്നത്? കാരണം ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ടിട്ടും പിന്നെ നമ്മുടെ ധ്യാൻചന്ദ് അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ധാരാളം ഡാറ്റാസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഫിൽട്ടർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഓരോന്നും തരുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ദേശീയ കായിക ദിനം ആചരിച്ചത് 2012, 2014, 2017, 2019. ഇതിൽ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ 2012. മേജർ ധ്യാൻചന്ദിനോടുള്ള ആദരസൂചകമായി 2012 ആദ്യമായി ദേശീയ കായിക ദിനം ആഘോഷിച്ചത്. സ്പോർട്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജീവിതത്തിൽ ശാരീരികമായി സജീവമായിരിക്കുന്നതിന്റെ നേട്ടങ്ങളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുകയാണ് ഈ ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഇന്ത്യയിൽ ദേശീയ കായിക ദിനം എപ്പോഴാണ് ആഘോഷിക്കുന്നത്? ഓഗസ്റ്റ് 28, ഓഗസ്റ്റ് 29, ഓഗസ്റ്റ് 27, ഓഗസ്റ്റ് 30. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി, ഓഗസ്റ്റ് 29. ഹോക്കി വിസാർഡ് മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 29 ഇന്ത്യയിൽ ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. 1905 ഈ ദിവസമാണ് അദ്ദേഹം ജനിച്ചത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? മേജർ ധ്യാൻചന്ദിന് മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ അവാർഡായ പത്മഭൂഷൺ ലഭിച്ച വർഷം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ, അല്ലെ? ഏതൊക്കെയാണ് ഓപ്ഷൻസ്? 1954, 1959, 1956, 1960. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, 1956. മേജർ ധ്യാൻചന്ദിന് 1956 പത്മഭൂഷൺ നൽകി ആദരിച്ചു. ഇന്ത്യയുടെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് നമ്മുടെ പത്മഭൂഷൺ അവാർഡ് കേട്ടോ. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഹോക്കിയിൽ ഇന്ത്യ ആദ്യമായി ഒളിമ്പിക് സ്വർണം നേടിയ വർഷം ഏതൊക്കെയാണ് ഓപ്ഷൻസ്? 1988, 2002, 1954,
1928. അപ്പൊ ഏതാണ് ഇതിൽ ആൻസർ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി 1928. കേട്ടോ. അപ്പൊ ഏതാണ് ആൻസർ? 1928. പെട്ടെന്ന് ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷൻ തരാം. എന്റെ ഫോൺ ഒന്ന് റിങ് ചെയ്തതാണ് കേട്ടോ. ആ സൗണ്ട് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യനിൽ ഫോക്കസ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പം 1928 ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീം ആദ്യ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടി. മേജർ ധ്യാൻചന്ദ് ടീമിന്റെ ഭാഗവും ജയ്പാൽ സിംഗ് ക്യാപ്റ്റനുമായിരുന്നു. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ നെതർലാൻഡിനെതിരെ ഇന്ത്യൻ ഹോക്കി ടീം സ്വർണം നേടിയിരുന്നു. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്താലോ. മേജർ ധ്യാൻചന്ദിന്റെ ജന്മസ്ഥലം. മേജർ ധ്യാൻചന്ദിന്റെ ജന്മസ്ഥലം ഏതൊക്കെയാണ് ഓപ്ഷൻസ്? അലഹബാദ്, ഝാൻസി, വാരണാസി, അലിഗഡ്. ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഏതായിരിക്കും നമ്മുടെ ആൻസർ? എന്തായാലും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ എ അലഹബാദ്. എന്താ അതിന്റെ വിശദീകരണം? മേജർ ധ്യാൻചന്ദ് 1905 ഓഗസ്റ്റ് 29 ആഗ്രയിലെ യുണൈറ്റഡ് പ്രവിശ്യയിലെ അലഹബാദിലും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔദിലും ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ചേരുകയും സൈന്യത്തിനായി ഹോക്കി കളിക്കുകയും ചെയ്തു. മനസ്സിലായല്ലോ ഇതെന്താണെന്നുള്ളത്? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. എന്താണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ? 2022 ദേശീയ കായിക ദിനത്തിൽ സ്കൂളുകളിൽ അടയാളപ്പെടുത്തേണ്ട സംരംഭത്തിന്റെ പേര് എന്താണ്? എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? വിജയികളെ കണ്ടുമുട്ടുക, ചാമ്പ്യന്മാരെ കണ്ടുമുട്ടുക, പിന്നെന്താണ്? അത്ലറ്റുകളെ കണ്ടുമുട്ടുക, കായിക താരങ്ങളെ കണ്ടുമുട്ടുക. മനസ്സിലായല്ലോ ഏതൊക്കെയാണെന്നുള്ളത്? അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ചാമ്പ്യന്മാരെ കണ്ടുമുട്ടുക. ഓപ്ഷൻ ബി ചാമ്പ്യന്മാരെ കണ്ടുമുട്ടുക. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനത്തിൽ രാജ്യത്തെ 26 സ്കൂളുകളിൽ മീറ്റ് ദ ചാമ്പ്യൻ സംരംഭം നടത്തുമെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. ഒളിമ്പിക് ഗോൾഡ് മെഡൽ ജേതാവ് നീരജ് ചോപ്ര നൂതനമായ മീറ്റ് ദ ചാമ്പ്യൻ സ്കൂൾ ആരംഭിച്ചു. 2021 ഡിസംബറിലെ സന്ദർശന സംരംഭം ഇപ്പോൾ രാജ്യത്തുടനീളം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ സംഭവം? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ദേശീയ കായിക ദിനത്തിൽ നൽകാത്ത അവാർഡ് ഏതാണ്? ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ഇത് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഓപ്ഷൻ എ രാജീവ് ഗാന്ധി ഖേൽ രത്ന, അർജുന അവാർഡ്, അശോക് ചക്ര, ധ്യാൻചന്ദ് അവാർഡ്. ഇതിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി അശോക് ചക്ര. എന്തായാലും നമുക്കറിയാം അശോക് ചക്ര ഇതിൽ കൊടുക്കുന്ന അവാർഡ് അല്ല എന്നല്ലേ. അശോക് ചക്ര അവാർഡ് യുദ്ധക്കളത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ധീരത, ധീരമായ പ്രവർത്തനം അല്ലെങ്കിൽ സ്വയം ത്യാഗം എന്നിവയ്ക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സമാധാനകാല സൈനിക അലങ്കാര അവാർഡാണ് ഇത്. പരമവീര ചക്രയുടെ സമാധാനകാലത്തിന് തുല്യമാണിത് കേട്ടോ. അതാണ് നമ്മുടെ അശോക ചക്ര എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. എന്താണ്? പ്രശസ്ത കായിക അവാർഡായ ദ്രോണാചാര്യ അവാർഡ് ഏത് കായിക വിഭാഗത്തിലാണ് നൽകുന്നത്? കളിക്കാർ, കോച്ച്, അമ്പയർമാർ, സ്പോർട്സ് ജേർണലിസ്റ്റുകൾ. ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഓപ്ഷൻ ബി കോച്ച്. സ്പോർട്സിലും ഗെയിംസിലും മികച്ച പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന ദ്രോണാചാര്യ അവാർഡ് ഇന്ത്യയുടെ കായിക പരിശീലന ബഹുമതിയാണ് കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെയും ലോകത്തെയും ഏത് കായിക ഇനങ്ങളുടെ നിയന്ത്രണ അതോറിറ്റിയാണ് ICCയും BCCIയും? വോളിബോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി. ഏതായിരിക്കും ഇതിന്റെ ആൻസർ? ഓപ്ഷൻ സി ക്രിക്കറ്റ്. ഓക്കെ, ICC എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ, BCCI എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ.
എന്നിവയാണ് ക്രിക്കറ്റിന്റെ ഭരണസമിതികൾ. ICC അന്താരാഷ്ട്ര ഭരണസമിതിയാണ്. BCCIയോ ഇന്ത്യയിലെ അധികാരത്തിന്റെ കൺട്രോളറാണ് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, ധ്യാൻ ചന്ദിന്റെ യഥാർത്ഥ പേര്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണെന്ന്. ഞാൻ വായിച്ചു തരാം, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. രൂപ് സിംഗ്, ഗുലാബ് ചന്ദ്, പ്രേംചന്ദ്, ധ്യാൻ സിംഗ്. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി, ധ്യാൻ സിംഗ് അല്ലേ? മേജർ ധ്യാൻ ചന്ദിന്റെ യഥാർത്ഥ പേര് ധ്യാൻ സിംഗ് എന്നായിരുന്നു. മറ്റൊരു ഹോക്കി താരം രൂപ് സിംഗിന്റെ, എവിടെ നമ്മുടെ രൂപ് സിംഗ്? ഇതാ നമ്മുടെ രൂപ് സിംഗിന്റെ മൂത്ത സഹോദരനായിരുന്നു അദ്ദേഹം. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് 19 ഓഗസ്റ്റ് 2019, 29 ഓഗസ്റ്റ് 2019, 9 ഓഗസ്റ്റ് 2019, 11 ഓഗസ്റ്റ് 2019. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി, 29 ഓഗസ്റ്റ് 2019. ശാരീരിക പ്രവർത്തനങ്ങളും കായിക വിനോദങ്ങളും ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തി ആരോഗ്യത്തോടെയും തുടരാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ ആരംഭിച്ച ഒരു ദേശീയ പ്രസ്ഥാനമാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അപ്പൊ ഇത് ആരാണ് ആരംഭിച്ചതെന്നും എന്തിനു വേണ്ടി ആരംഭിച്ചതാണെന്നും മനസ്സിലായല്ലോ. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് ദേശീയ കായിക ദിനം എന്തിനെ അനുസ്മരിക്കുന്നു? മേജർ ധ്യാൻ ചന്ദിന്റെ ആദ്യ വിജയം, മേജർ ധ്യാൻ ചന്ദിന്റെ ചരമവാർഷികം, മേജർ ധ്യാൻ ചന്ദിന്റെ ജന്മദിനം, മേജർ ധ്യാൻ ചന്ദിന്റെ അവസാന ഗെയിം. ഇതിൽ ഏതായിരിക്കും ശരി ഉത്തരം? മേജർ ധ്യാൻ ചന്ദിന്റെ ജന്മദിനം അല്ലെ? ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻ ചന്ദിന്റെ ജന്മവാർഷികത്തിന്റെ സ്മരണയ്ക്കായി ഓഗസ്റ്റ് 29 ഇന്ത്യൻ ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. രാജ്യത്തിന് പുരസ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള അവരുടെ സംഭാവനകളെയും അർപ്പണബോധത്തെയും ആദരിച്ചുകൊണ്ട് രാജ്യത്തെ കായിക നായകന്മാർക്കും ചാമ്പ്യന്മാർക്കുമായി ഈ ദിനം സമർപ്പിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ആ ദിനത്തിന്റെ പ്രത്യേകതയും എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഐഡിയ നിങ്ങൾക്ക് ഏകദേശം ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ കിട്ടിക്കാണും അല്ലെ? നമുക്ക് സ്പോർട്സിൽ ഇതും കൂടെ ഒരു ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് അതും കൂടെ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പൊ ഈ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്നെല്ലാം ഞാൻ വിചാരിക്കുന്നു. ഇടയ്ക്ക് എൻ്റെ ഫോൺ ഒന്ന് റിങ് ചെയ്തായിരുന്നു, ആ ഒരു സൗണ്ട് മാത്രമേ വന്നുള്ളൂ. സോറി ഫോർ ദാറ്റ്. നമുക്ക് ക്വസ്റ്റ്യനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഡാറ്റാസും കൂടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നിച്ചെല്ലാം കൂടെ വൈഡ് ആയിട്ട് അങ്ങ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും എല്ലാം കൂടെ കേൾക്കുമ്പോൾ അല്ലേ? അപ്പൊ നമുക്ക് അത് വേണ്ട, കുറേശ്ശെ ആയിട്ട് പഠിച്ചു പോകാം. കാരണം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് മാത്രമല്ലല്ലോ, ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ട് പഠിക്കാൻ അല്ലേ? അപ്പൊ അതൊക്കെ എല്ലാം പഠിച്ചേ നമുക്ക് ആവുള്ളൂ. എങ്കിലും ഞാൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കുറച്ച് കൂടെ ഫിൽട്ടർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നു. കാരണം പഠിക്കാൻ നമുക്ക് എപ്പോഴും എളുപ്പമുള്ള മാർഗം ചൂസ് ചെയ്യുന്നതാണ് ഇതിന് ബുദ്ധി അല്ലേ? നമ്മൾ സാധാരണ ഫസ്റ്റ് തൊട്ടിട്ട് ഇപ്പൊ ഡിഗ്രി പഠിച്ചതുപോലെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പൊ നമ്മൾ വൈഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എളുപ്പമുള്ള മാർഗവും ആൻസർ കിട്ടുന്നതും അങ്ങനെ വേണം പഠിക്കാൻ. ട്രിക്കി ആയിട്ട് പഠിച്ചു പോകണമെങ്കിൽ അല്ലേ? കുറച്ച് കോഡും കാര്യങ്ങളെല്ലാം വെച്ച് അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കൺഫ്യൂഷൻ വരാതിരിക്കുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ എല്ലാ ക്വസ്റ്റ്യനും ആൻസറും എല്ലാം മനസ്സിലായി കാണും. അതിൻ്റെ എക്സ്പ്ലനേഷനും എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വളരെയധികം വിശ്വസിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിലും എല്ലാം ഞാൻ വീണ്ടും വരും. പിന്നെ ഒരു കാര്യം, ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കാം. ഓക്കെ, കുറച്ചുകൂടെ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് പോയാലാണ് നമുക്ക് വീഡിയോ കാണാനും അതൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാനും പഠിക്കാനും ഒക്കെ തോന്നുള്ളൂ. അപ്പൊ എന്തായാലും വീഡിയോസ് ഒക്കെ കാണാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 വട്ടം കേൾക്കുക, പഠിക്കുക, മുന്നോട്ട് പോവുക. എന്തായാലും നമുക്ക് ഇപ്രാവശ്യം ഒരു സീറ്റ് ഉറപ്പിച്ചേ പറ്റുള്ളൂ, അതെന്തായാലും വേണം. അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ഓക്കെ, ബൈ ബൈ.